സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു ചക്കര ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അല്ലെങ്കിൽ ലുലുമോളിലെ ചക്കര ഇത് വെച്ച് അത് മീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പം ഇത് ഞാൻ നോട്ടീസ് ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് ഇവിടുത്തെ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ബംഗാളിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്ത് സാധനമാണ്. പക്ഷേ അയാൾ എത്ര വിശദീകരിച്ച് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങളൊരു ഫിഷ് മാർക്കറ്റിൽ കയറി. ഓരോരോ ഫിഷ് അവർ ഓരോ ബോക്സിലായിട്ട് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് എല്ലാം ഇട്ട് വെച്ചിട്ട് വെച്ചേക്കാണ്. നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നിയമോൾക്കും ഹന്നമോൾക്കും ക്രാബ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ക്രാബ് ഫസ്റ്റ് മേടിക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് ഈ മീൻ വേറെ വെറൈറ്റി മീനായിട്ട് തോന്നി. ഞാനത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പച്ചയും ഒരു ബ്ലൂ കളറൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ഏരിയ കേട്ടോ. അത്ര സ്മെല്ലൊന്നുമില്ല. നമ്മൾ നാട്ടിലെ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അതായത് ഞങ്ങൾ മംഗലാപുരത്ത് ദക്കയിൽ പോകുന്ന സമയത്ത് ദക്കയിലാട്ടോ വലിയൊരു മാർക്കറ്റുള്ള അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ മീനിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് വേറൊരു കാര്യം. മീൻസ് അതുപോലെ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവർ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ടാണ് വേണമെങ്കിൽ അവർ കട്ട് ചെയ്ത് തരും. അതെങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നാട്ടിലത്തെ പോലെ തന്നെ അവരും ആക്കി തരും. പക്ഷെ ഇവിടെ അങ്ങനെ അഡീഷണലായിട്ട് അവർ പൈസയൊന്നും മേടിക്കുന്നില്ല. അങ്ങനെ കുറച്ച് മീനിപ്പോൾ രമി ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് എടുത്തിടുക. ആക്ച്വലി ഈ മീനില്ലേ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ, കറി വെക്കുന്നതിനേക്കാളും ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ.